ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 22-ാം തീയതി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് അറിയപ്പെടുന്ന ഈ സങ്കീർത്തന ഗാനം ലോകമെമ്പാടും മാഗ്നിഫിക്കാത്ത് അല്ലെങ്കിൽ കന്യകാമറിയ സ്തോത്രഗീതം എന്ന് അറിയപ്പെടുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിൽ മാത്രമല്ല, പ്രധാന പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലും ഇത് പതിവായി പാരായണം ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ പ്രതിഫലനത്തിൽ കൂടി മറിയത്തിൻ്റെ സാർവത്രികതയെക്കുറിച്ചല്ല, മറിച്ച് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത് മറിയത്തിൻ്റെ സ്വയം പ്രേരിത ദൈവപ്രശംസയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് പതിവാക്കിയില്ലെങ്കിൽ സ്വതസിദ്ധമായ സ്തുതിയിലേക്ക് കടക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ആരാധനയിൽ പതിവായില്ലെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ദൈവസ്തുതി ഗാനങ്ങൾ രചിക്കുവാനും എളുപ്പത്തിൽ സാധിക്കുകയില്ല. തിരുവെഴുത്ത് ഉദ്ധരിക്കുവാൻ ഒരാൾക്ക് ധാരാളം സമയം തിരുവെഴുത്ത് കേൾക്കുവാനോ വായിക്കുവാനോ ചെലവഴിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ ധാരാളം സമയം ചെലവഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു യുവതിയാണ് മറിയം എന്നാണ്. ചെറുപ്രായമായിരുന്നിട്ടും സാധാരണയ്ക്ക് അതീതമായി തിരുവെഴുത്തുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു. ആ ദിവസങ്ങളിൽ ഇന്നത്തെ പോലെ ബൈബിളും ഇല്ലായിരുന്നു. എലിസബത്ത് മറിയത്തെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുമ്പോൾ, നീ സ്ത്രീകളിൽ ഭാഗ്യവതി, നിന്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതം എന്ന് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം കാണുക. പരിശുദ്ധാത്മാവ് മറിയത്തിനെ പാട്ടുപാടുവാൻ പ്രേരിപ്പിക്കുന്നു. എത്ര മനോഹരമായ ഗാനം! സാമുവേലിൻ്റെ പുസ്തകം 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഹന്നാ ഗാനത്തെക്കുറിച്ചും തോറയിൽ നിന്നുള്ള പ്രതിധ്വനികളെയും പ്രവാചകന്മാരുടെ രചനകളെയും ഈ ഗാനം സൂചിപ്പിക്കുന്നു. രക്ഷകന് അമ്മയാകാനുള്ള പദവിയിൽ സന്തോഷിച്ചുകൊണ്ട് മറിയം ആരംഭിക്കുന്ന ഗാനം തുടർന്ന് ദൈവത്തിൻ്റെ ശക്തിക്കും മഹത്വത്തിനും വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. താൻ ചെയ്യുവാൻ പോകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നതിലൂടെ തുടരുന്നു. ദൈവത്തിൻ്റെ വിശ്വസതയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു ചോദ്യം. ഒരു പെൺകുട്ടിക്ക് വിശ്വാസത്തിൽ ഇത്ര പക്വത തോന്നുന്നത് എങ്ങനെ? ലളിതമായ ഉത്തരം: അവളുടെ മാതാപിതാക്കൾ. പരിശുദ്ധരും വിശ്വാസവും നിറഞ്ഞ ദമ്പതികളായിരുന്നു അവളുടെ മാതാപിതാക്കൾ. മകളെ ശിശുവായിരുന്നപ്പോൾ മുതൽ ദൈവത്തിൻ്റെ വഴികളിൽ വളർത്തി. താരതമ്യേന നാം എങ്ങനെയുള്ള മാതാപിതാക്കൾ ആണെന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഭൗതിക ആവശ്യങ്ങൾ നാം നോക്കുന്നുണ്ടെങ്കിലും അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നോക്കുന്നവർ വളരെ കുറവാണ്. ഒരുപക്ഷെ ഈ പ്രതിഫലനം കാണുന്ന പുതിയ മാതാപിതാക്കളെ അവരുടെ മക്കളെ മേരിയുടെ വഴിയിൽ കൂടി വളർത്തുവാൻ പ്രേരിപ്പിച്ചേക്കാം. മറിയത്തെ പോലെ അവരെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കാം. ആമേൻ.